നമസ്കാരം. നമസ്കാരം. ഇരിക്കൂ. ഞാനിരുന്നോളാം. ഇന്നലെ വന്നല്ലേ? അച്ഛൻ പറഞ്ഞിരുന്നു ഇന്നലെ വൈകുന്നേരം തന്നെ വരണമെന്ന് കരുതിയതാ. ബാലമാസ്റ്ററാണല്ലേ? അതെ. കണ്ടതിൽ വലിയ സന്തോഷം. വിവരങ്ങളൊക്കെ അച്ഛൻ പറഞ്ഞറിഞ്ഞു. ഞാനും. അദ്ദേഹത്തിന് മകളെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. ഇരുന്നില്ലല്ലോ, ഞാൻ അച്ഛനെ വിളിക്കാം. അദ്ദേഹം ജോലി തിരക്കിലാണെങ്കിൽ എനിക്കെന്താണ് മാസ്റ്ററെ ജോലി തിരക്ക്? മാസ്റ്ററല്ലേ നാട്ടുകാരുടെ കാര്യം മുഴുവനും ചുമലിലേക്ക് നടക്കുന്നത്. കേട്ടോ മോളെ, ഇതാണ് സാക്ഷാൽ ബാലൻ മാസ്റ്റർ. ഒന്നാം തരം കവി, ഗായകൻ, സോഷ്യൽ വർക്കർ. കുന്നിൻ മുകളിൽ സ്കൂൾ, സ്കൂളിനകത്തൊരു ക്ലാസ്, ക്ലാസിനകത്തോ ബാലക സംഘം, ബാലക സംഘം, ബാലിക സംഘം, അവർ നടുവിൽ ബാലൻ മാസ്റ്റർ. മനസ്സിലായി. പോയി കാപ്പി തയ്യാറാക്കും. കാപ്പി വേണോ അതോ ചായ വേണോ? പിന്നെ കാപ്പിയുടെ കൂടെ കടിക്കുവാൻ വല്ലതും? ഇനി കാപ്പി കൊടുത്ത ശേഷം ചൊല്ലുന്നതാ ഭംഗി. ശരിയാ ശരിയാ ശരിയാണേ, അത് ശരിയാണേ. കാപ്പി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കവിത പറഞ്ഞാൽ ശരിയാണ്. ആ, ഇനി എന്ന് മുതലൊക്കെ ഓഫീസിൽ പോകേണ്ടത്? അടുത്ത തിങ്കളാഴ്ച. ആ, അതിനിടയിൽ 25 പുസ്തകമെങ്കിലും വായിച്ചു തീർത്തോളൂ. മലയാള പുസ്തകം വായിച്ച് ഒരുപാട് നാളായി. കുറെ കൂടെ കൊണ്ടുപോയി, അതെല്ലാം പെട്ടെന്ന് വായിച്ചു തീർത്തു. ആ, ഏത് തരം പുസ്തകങ്ങളാ ഇഷ്ടം? കവിതയും നോവലും. എന്റെ കയ്യിലൊരു ചെറിയ കളക്ഷൻ ഉണ്ട്. കുറെ ഇങ്ങോട്ട് കൊടുത്തയക്കാം. ഇഷ്ടമുള്ളത് വായിക്കാമല്ലോ. ബുദ്ധിമുട്ടാവില്ലല്ലോ. മാസ്റ്റർക്ക് നല്ല കാര്യമായി. ഒരു ദിവസത്തിൽ കുറഞ്ഞത് 12 പേർക്ക് വേണ്ടിയെങ്കിലും വല്ലതും ചെയ്തില്ലെങ്കിൽ മാസ്റ്റർക്ക് ഏതാണ്ട് പട്ടിണി കിടക്കുന്ന വിഷമമാണ്. മാസ്റ്റർ ഇരുന്നില്ല, ഇരിക്കണം. മാസ്റ്റർ വരണില്ലേ? എനിക്കിപ്പോ ക്ലാസ്സില്ല. പരിയാരം കടന്നവിടെ ചെല്ലുമ്പോൾ അവിടെ കാടാകും ശിവശംഭോ. ശിവശംഭോ ശംഭോ. ടീച്ചറെ, ഒരല്പം ഭക്തി വൃത്തുപോയി, ക്ഷമിക്കണം. അമ്മാവന്റെ സ്കൂളാണെന്ന് വെച്ച് എന്ത് വേണമെന്ന് കരുതരുതേ. ഒരിക്കലുമില്ല. ടീച്ചറിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം. ക്ഷമിക്കണം മാസ്റ്റർ, വഴക്കുകൂടാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ കണ്ടത് കണ്ടില്ല എന്ന് നടിക്കാനോ ആവില്ല. ഇതൊരു സ്കൂളാണ്. ഈ റൂമിലെ സംസ്കാരമാണ് കുട്ടികളിലേക്ക് പകരുക. മതിയോ പ്രസംഗം? അറിയാം. ഓ, ഒരു യോഗ്യൻ. ഹെഡ് മാസ്റ്റർ വരുന്നു. എന്താ പേടിയോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ തമ്പി. വെരി ഗുഡ് മോർണിംഗ്. മിസ്റ്റർ ബാലകൃഷ്ണൻ, സ്കൂൾ വാർഷികത്തെ പറ്റി അല്പം ഡിസ്കസ് ചെയ്യാനുണ്ട്. ബിസി അല്ലെങ്കിൽ ഞാൻ വരാം സാർ. സ്കൂൾ വാർഷികം നടത്താൻ ഇവിടെ മറ്റാരുമില്ല. അവനെടുത്തങ്ങോട്ട് തല വെച്ചിരിക്കില്ലേ ഒരു സംഘാടകൻ. ഈ ശാസ്ത്രീയ സംഗീതം ഉണ്ടായിട്ടുള്ളത് തന്നെ ബില്ലടിച്ചാൻ പറ്റി നല്ലതറിയാമോ? മേലെ ഉണ്ണിയാറ്റ ഉടും കഴിഞ്ഞ് അഞ്ഞുറക്കമായി. ശാസ്ത്രീയ സംഗീതമാണ് ദൈവികമായ സംഗീതം. സംഗീത ജ്ഞാന ഭക്തി വീണ സംഗീത ജ്ഞാന ഭക്തി വീണ ഭഗിരി ശവമേ അങ്ങനെ ആറ്റുമ്മണമ്മേ ഉണ്ണിയാർച്ച സുഖമായിട്ട് ചാപ്പാട് പഠിച്ചിട്ട് ഊണും കഴിഞ്ഞ് ഉറക്കമായി നിന്നു ഗോരിയോ നിർത്തിയുള്ള കഴിവുകളെ ഇറക്കി വിളി. കഴിച്ച കാശും കണ്ടിട്ട് ഇറങ്ങി പോണം സാർ. കൊച്ചിയും വരും, വന്ന് കാശ് തരും, ഞങ്ങൾ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ ഇനി അന്നേരം കഴിച്ചാൽ മതി കേട്ടോ. മതി. എത്ര നാളിങ്ങനെ കണ്ടവന്റെ കാശിന് കുടിക്കൂടാ?
ഈ ഓണറുടെ ഭാര്യ ദാസായനി ചേച്ചി ജീവിച്ചിരിക്കുന്നത് വരെ ചേച്ചി വാറ്റും, ഞങ്ങൾ കുടിക്കും, കൊച്ചുതമ്പത്തേക്കും കാശ് കൊടുക്കുകയും ചെയ്യും. എല്ലാം ദാക്ഷായണി ചേച്ചിയുടെ അനുഗ്രഹം. എനിക്ക് ദാക്ഷായണി ചേച്ചിയെ കാണണം. ദാക്ഷായണി ചേച്ചി, ഞാൻ വന്ന്. അയ്യോ അടിക്കല്ലേ, ദാക്ഷായണി ചേച്ചി. അയ്യോ 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 അയ്യോ. എന്താണ് ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ അനുഗ്രഹിക്കണം. ഒരു കുപ്പിയുടെ ഇവന്മാർ കുടിക്കാൻ ഇവിടെ ഇല്ല. ബാലമാഷ് വന്നേച്ചതാ അല്ലേ? വരൂ. മാസ്റ്ററുടെ അനിയത്തിയാണോ? ഇത്ര സുന്ദരിയായ ഒരു അനിയത്തിയുള്ള കാര്യം മാസ്റ്റർ പറഞ്ഞില്ലല്ലോ. എന്താ പേര്? എന്താ ചെവി കേക്കില്ലേ? അതോ നാവ് പൊങ്ങില്ലേ? എന്താ കുട്ടി? നിൽക്കൂ കുട്ടി. അതിലിത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു ഉഷക്കുട്ടി? അറിയാതെ ചോദിച്ചു പോയി. അതൊരു വലിയ അപരാധമാണ്. പാവം, അവളുടെ കണ്ണ് നിറഞ്ഞുപോയി. എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് ഒറ്റ ഓട്ടം. തെറ്റെന്റേതാണ്. മാസ്റ്ററെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഇതും പറയേണ്ടതായി. ഇങ്ങനൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാകുമെന്ന് വിചാരിച്ചില്ല. കാണണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. ഇപ്പോഴത് സാധിച്ചല്ലോ. ഇരിക്കൂ. ഇരിക്കാം. പക്ഷെ അതിനു മുമ്പ് മെനിക്കുട്ടി എനിക്ക് മാപ്പ് തരുമോ എന്ന് അറിയണം. അവിടെ വന്നപ്പോ ഇവള് വല്ല കുസൃതിയും കാണിച്ചോ? എന്താ മോളെ? മെനിക്കുട്ടിക്ക് എന്നോട് ദേഷ്യമാണ്. അറിഞ്ഞുകൊണ്ട് മെനിക്കുട്ടിയെ കളിയാക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് ചീത്തയാണ്. എന്നെ ഇഷ്ടമാണോ? ജയിച്ചുകിടന്നു വരുന്നതു നമ്മുടെ രാമൻ നായർ തന്മകളോ. നമ്മുടെ തിരുവേനിയാ മോളെ, ഇവിടെ എവിടെയോ പറഞ്ഞു നിൽപ്പുണ്ട്. ഗാനം കെട്ടു പകച്ചതു നമ്മുടെ രാമൻ നായർ തന്നുട മകളോ. രാമൻ നായരെ കേൾക്കൂ മകളുടെ വിശേഷങ്ങൾ. സുന്ദരി അതിസുന്ദരി, പ്രായമോ നവയൗവനം, കണ്ണുകൾ പരൽമീനുകൾ, നോട്ടമോ പേടമാനുപോൽ. രാമൻ നായരുടെ മകളാണെന്ന് പറയില്ല കേട്ടോ. എന്താ നമ്പൂതിരി? ആരോടായ കുശലം? കലയും തലയും ശൂന്യമതാകിന കാര്യക്കാരൻ രാമൻ നായരെ സുന്ദരി സുസ്മിത തനയയുമായി യാത്ര തിരിക്കാനാഗതനായി. ഇപ്പൊ രചിച്ചത് എങ്ങനെയുണ്ട്? തന്റെ തല ഇനിത്തം ഭാഷ ഞാൻ തന്നെ തല്ലും. ഉഷക്കുട്ടി പോകാനൊരുങ്ങുന്നു. ഞാൻ ആകപ്പാടെ വിഷമിച്ചിരിക്കുക. അതിന്റെ ഇടയിലെ തന്റെ പാട്ട് പോയി പൊട്ടിയേരി അടുപ്പിക്കും. രാമണ്ണായ എന്താ യാത്രയ്ക്ക് തയ്യാറായോ? ഇവൾക്ക് ദിനംപ്രതി വളർച്ചയാണോ? നോക്ക്, പട്ടണത്തിൽ ചെന്ന സൂക്ഷിച്ച് ജീവിക്കണം. നാട്ടുമ്പുറം പോലെയല്ല. നന്നായി വരും കുട്ടി, നന്നായി വരും. കൊണ്ടുപോകണം. പോകാൻ റെഡിയായിട്ടാണല്ലോ രണ്ടുപേരും വന്നിരിക്കുന്നത്. ഇവിടെ കുസൃതി വല്ലതും കാണിച്ച അന്ന് ഞാൻ തിരിച്ചായി. രണ്ട് തല്ലും കൂടെ കൊടുത്തിങ്ങോട്ട് അയച്ചേക്കണം. അടിയുണ്ട്. അവൾ നല്ല അടക്കും ഒതുക്കും ഉള്ളവളാ. ഒറ്റ കുസൃതിയും കാണിച്ചു. ആ കാര്യം കറിക്കുള്ളൂ.
ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് മടങ്ങും. ആയിക്കോട്ടെ. വരുമോ?